യുവതിയിലെ യുവജനങ്ങളുടെ ഭക്തസംഘടനകളിലൊന്നായ ചെറുപുഷ്പ മിഷനിലെ CMLന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള യുബിലിയിലാണ് നമ്മൾ പങ്കെടുക്കുക. ഈ സമൂഹത്തിൽ സംബന്ധിക്കുവാനായിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനാണ് ഞങ്ങൾ നിൽക്കുക. ഇന്നത്തെ യുബിലിയുടെ മുഖ്യ കാരണമായിട്ട് വഹിക്കുന്നത് നമ്മുടെ തന്നെ മുൻ കൊച്ചച്ഛൻ, ഇപ്പോൾ ചുണങ്ങവേലി വേദിയുടെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട ജോസ് മണ്ടാരച്ചനാണ്. യുബിലിയുടെ സന്ദേശം നൽകുന്നത് നമ്മുടെ മുൻ കൊച്ചച്ഛനും മുൻ വികാരിയും ഇപ്പോൾ പ്രസംഗപുരം പള്ളിയിൽ വികാരിയെ സേവനമനുഷ്ഠിക്കുന്നതുമായ സ്നേഹനാഥ തോമസ് പൈനാട്ടച്ചനാണ്. അച്ഛനാണ് ഒരർത്ഥത്തിൽ CMLന്റെ പ്രാരംഭത്തിന് വഴിയൊരുക്കി എല്ലാ വൈദികരെയും എല്ലാ CML അംഗങ്ങളെയും സിസ്റ്റേഴ്സിനെയും എല്ലാ സഹോദരി സഹോദരന്മാരെയും യുബിലിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരികൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. സമാധാനം നിങ്ങളോടുകൂടെ ആദ്യമിരിക്കുന്ന മനുഷ്യന്റെ വാഴ്ത്തുള്ള നാണയം കണ്ടെത്തും. അതിലേക്ക് നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. അത് സ്ഥാപിതമായിട്ട് 50 വർഷത്തിൻ്റെ സുവർണ ജൂബിലിയിൽ ആഘോഷിക്കുമ്പോൾ നമുക്കിത് ഒരു ചൈതന്യമായിട്ട്, ഒരു ഉണർവായിട്ട്, വീണ്ടും യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഉൾക്കരുത്തായിട്ട് മാറാൻ ഞങ്ങൾ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഈ അപ്പത്തോടും വീഞ്ഞിനോടുമൊപ്പം ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. യേശുവിന്റെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ.
അടുത്തതായി നമ്മിൽ നിന്നും വേർപെട്ടുപോയ വിഷയങ്ങളെയും അവരുടെ ഗുണങ്ങളെയും സ്നേഹിച്ചവർ ഒരു നിമിഷം മൗനമായി നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആദരവറിയിക്കും. നമ്മുടെ കാര്യങ്ങളിലേക്ക് പ്രത്യേകം അതിനെ സ്വാഗതം സിനിമ ജീവിതത്തിനെ നയിച്ചു. വിഷയിലെ കഴിഞ്ഞ 50 വർഷാനുകളിൽ ഈ അഭിരൂപതയിൽ ഈ കേരള സഭയിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്ന സുന്ദരമായ ഒരു ദിനം. CML സംഘടനയിൽ പ്രവർത്തിച്ച് നമ്മിൽ നിന്നും മരണം മൂലം വേർപെട്ടു പോയ CML സംഘടനാംഗങ്ങളെ അനുസ്മരിക്കുന്ന പുണ്യദിനം. ആദ്യമേ തന്നെ ഈ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് ഇങ്ങനെ ഒരു വേദി ഒരുക്കി നല്ലൊരു സുന്ദരമായ പുണ്യദിനം നൽകി അനുഗ്രഹിച്ച നല്ല തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഗോൾഡൻ ജൂബിലിയുടെ പൊതു ആഘോഷങ്ങളുടെ വേദിയിൽ അധ്യക്ഷരായിരിക്കുക നമ്മളുടെ എടപ്പള്ളി ഇടവകയെ നയിക്കുന്ന നമ്മൾക്കേവർക്കും പ്രിയപ്പെട്ട വികാരി അച്ഛൻ, പ്രിയ ബഹുമാനപ്പെട്ട ആന്റണി മടുത്തുമടി അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടപ്പള്ളിക്കാരുടെ എല്ലാം സ്വന്തം പിതാവ് ജോസ് പുത്തമ്പി പിതാവിനെ ഏറെ സ്നേഹത്തോടുകൂടെ അനുഗ്രഹ പ്രഭാഷണത്തിനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇടപ്പള്ളി ദേവാലയത്തിൽ ഇതിന്റെ സ്ഥാപക ഡയറക്ടർ നമുക്ക് സ്നേഹം തന്ന തോമസ് വയനാട്ടച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ CML സംഘടന ഇന്റർനാഷണൽ പ്രസിഡന്റ് ശ്രീ ഡേവിസ് വല്ലൂരാനെയും അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റ് ബിനോയ് പള്ളിപ്പാടനെയും അതിരൂപത പ്രസിഡന്റ് ശ്രീ തോമസ് ഇടശ്ശേരിയെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇടപ്പള്ളി ഇടവകയെ വികാരിയച്ഛനോട് ചേർന്ന് ഇടപ്പള്ളി പള്ളിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹന കൈക്കാരന്മാർ ശ്രീ ജോണി കാഞ്ഞിരക്കാട്ടിൽ, അതോടൊപ്പം ശ്രീ ജോഷി ചിങ്ങന്തറ, അതോടൊപ്പം തന്നെ വൈസ് ചെയർമാൻ ശ്രീ ആന്റണി പരവര, ഈ മൂവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ ഇടവക്കാരനായ ഇപ്പോൾ തൃക്കാക്കര കൗൺസിലർ കൂടിയായ ജിജോ ചിങ്ങന്തറയെ ആശംസകൾ നേരാനായിട്ട് എത്തിയിരിക്കുന്ന ജിജോ ചിങ്ങന്തറയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ CML സംഘടനയുടെ എല്ലാ ഭാരവാഹികളും, CML സംഘടന പ്രസിഡന്റ് ശ്രീ ജോർജ് അമ്പാട്ട്, വൈസ് പ്രസിഡന്റ് ശ്രീ ജോസ് പള്ളിപ്പാടൻ, ട്രഷറർ ജോബി പരവരം, മിഷൻ ലീഗിന്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്ന വർഗീസ് മലമേൽ, CML ഓർഗനൈസർ ജോർജ് കാട്ടിത്തറ, ഇന്ന് ദിവസത്തിന്റെ പ്രോഗ്രാമിന്റെ കൺവീനറായ തോമസൻ തൈപ്പൈപ്പ്, ഏവരെയും ഏറെ സ്നേഹത്തോടുകൂടെ ഈ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CML സംഘടനയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളിലേക്ക് ഇവിടെ എത്തിച്ചേരിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മുൻ വികാരിച്ചന്മാരെയും സഹവികാരിമാരെയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഏറെ സ്നേഹത്തോടുകൂടെ ഈ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ, ഇടവകയിലെ മറ്റു സംഘടനാ ഭാരവാഹികൾ, സംഘടനാ അംഗങ്ങൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം മനോഹരമാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും സാന്നിധ്യമാണ്. മിഷൻ ലീഗ് സംഘടനാംഗങ്ങളെയും എല്ലാവരെയും ഓരോരുത്തരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ പ്രവർത്തന വർഷത്തിൽ മിഷൻ ലീഗ് കാഴ്ചവെച്ച മികവിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു രൂപരേഖ റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ ശ്രീ ജോർജ് കാട്ടിത്തറ, ഓർഗനൈസർ CML എടപ്പള്ളി യൂണിറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കേരള സഭയിലെ പ്രേക്ഷിത ദൈവവിളികൾ കണ്ടെടുക്കുവാനും
സഭയുടെ വളർച്ചയ്ക്കായി അതിനെ ഉപയോഗിക്കാനായി ദിവംഗതനായ ജോസഫ് മാലിപ്പറമ്പിലച്ഛനും കുഞ്ഞേക്കൻ എന്നറിയപ്പെടുന്ന മറ്റഞ്ച് അനുമാനികൾ ചേർന്ന് ബർമിംഗ്ഹാമിൽ 1947 ഒക്ടോബർ 3 ചെറുപുഷ്പം ശരീരം സ്ഥാപിച്ചു. ചെറുപുഷ്പം ശരീരത്തിൻ്റെ രജത ജൂബിലി വർഷമായ 1972 കേരളം മുഴുവൻ ചെറുപുഷ്പ മിഷനിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുഞ്ഞേട്ടൻ ഇടപ്പള്ളിയിലെത്തുകയും അന്നത്തെ യുവാക്കളെ കണ്ടുമുട്ടുകയും ചെയ്തു. അങ്ങനെ മിഷൻ ലീഗിൻ്റെ ശാഖ 1972 ജോർജ് കോട്ടക്കലച്ചൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട തോമസ് പൈനാടത്തച്ഛൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു. ആദ്യത്തെ പ്രസിഡന്റ് രാജു മാളിയക്കൽ, സെക്രട്ടറി വർഗീസ് മലമേൽ, ട്രഷറർ തോമസ് അമ്പാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണസമിതി നിലവിൽ വന്നു. ദിവംഗതരായ ബഹുമാനപ്പെട്ട കോട്ടക്കലച്ചനെയും ആദ്യകാല പ്രവർത്തകരെയും സ്നേഹത്തോടെ സ്മരിക്കുന്നു. സ്നേഹം, ത്യാഗം, സേവനം എന്ന അൽഫോൺസാമ്മയുടെ മുദ്രാവാക്യത്തോടൊപ്പം സേവനം കൂടി ചേർത്താണ് മിഷൻ ലീഗ് മുദ്രാവാക്യം രൂപവൽക്കരിച്ചത്. കഴിഞ്ഞ 3 വർഷങ്ങളിലായി അംഗങ്ങളുടെ പരസ്പര സഹകരണം വഴിയായി 1,00,000 രൂപയോളം ചികിത്സാ സഹായം നൽകാൻ സംഘടനയ്ക്ക് സാധിച്ചു. 2018 മഹാപ്രളയം വന്നപ്പോൾ KRA, ഓൺലൈൻ ക്യാബ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ എന്നീ സാമൂഹ്യ സംഘടനകളുമായി ചേർന്ന് പുനരധിവാസം, ഭക്ഷണ വിതരണം, വീടുകൾ വൃത്തിയാക്കൽ എന്നിവ നടത്തി. ഇതുകൂടാതെ പ്രളയം ഏറ്റവും കൂടുതൽ തകർത്ത ഭിന്നശേഷിക്കാരുടെ താമസ സ്ഥലമായ അനുഗ്രഹ സദനിലേക്ക് ചെന്നൈ ആസ്ഥാനമായ ചാരിറ്റി ഓർഗനൈസേഷനുമായി ചേർന്ന് വീട്ടുപകരണങ്ങളെല്ലാം തന്നെ എത്തിക്കാൻ സംഘടനയ്ക്ക് സാധിച്ചു. ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കുക എന്ന മിഷൻ ലീഗിൻ്റെ ലക്ഷ്യത്തെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് എറണാകുളം സഹായമെത്രാനും ഇപ്പോൾ ഫരീദാബാദ് രൂപത സഹായമെത്രാനുമായ മാർ ജോസ് പുത്തമ്പീട്ടിൽ മിഷൻ ലീഗിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്നത് സന്തോഷവും അഭിമാനവും നൽകുന്നു. കായിക തലത്തിൽ ഇടപ്പള്ളിയുടെ അഭിമാനം വാനോളം ഉയർത്തിയ നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് ഗോൾഡ് മെഡൽ വിന്നർ ജാക്സൺ ചെറുമേൽ, ഗോൾഡൻ ത്രെഡ്സ് എഫ്സിക്ക് വേണ്ടി ഫുട്ബോൾ കളിച്ച ലിജു മണ്ടാക്കര, വളർന്നു വരുന്ന കായിക താരങ്ങൾക്കായി ഫുട്ബോൾ കോച്ചിങ് നടത്തുന്ന ജാസ്പേഴ്സ് അക്കാദമി എല്ലാം മിഷൻ ലീഗ് അംഗങ്ങളുടെ സംഫലമായുള്ളതാണ്. രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും വ്യക്തിമുദ്ര വഹിച്ച ഒരുപാട് പേർ മിഷൻ ലീഗിലുണ്ട്. ഇടപ്പള്ളി പള്ളി കൈക്കാരന്മാരായും പെരുന്നാൾ പ്രസിഡന്റുമാരുമായി കഴിവും അനുഗ്രഹങ്ങൾ ലഭിച്ചവർ ഒരുപാട് പേർ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ തൃക്കാക്കര MLA ശ്രീ ഉമാ തോമസിന് ഞങ്ങളുടെ എല്ലാവരും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ 32 വർഷമായി മുടങ്ങാതെ ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്മസ് ഗിഫ്റ്റ് നൈറ്റ് ലക്കി ഡിപ്പ് പ്രോഗ്രാം നടത്തി വരുന്നു. ഇതിനോട് സഹകരിക്കുന്ന എല്ലാ സ്പോൺസർമാരെയും നന്ദിയോടെ ഓർക്കുന്നു. 1994 സംസ്ഥാനതല മത്സരങ്ങൾ ഇടപ്പള്ളിയിൽ വെച്ച് നടത്താൻ സാധിച്ചു. എന്നും കലാകായിക രംഗങ്ങളിൽ മികവ് പുലർത്താൻ ചെറുപുഷ്പ മിഷൻ ലീഗ് ഇടപ്പള്ളി ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ MV രാജു, MA വർഗീസ്, പാപ്പച്ചൻ പള്ളിപ്പാടൻ, തോമസ് കാട്ടിത്തറ, ജോൺസൺ പുത്തമ്പീട്ടിൽ, തോംസൺ തൈവപ്പിൽ മുതലായ ഇടപ്പള്ളി മിഷൻ ലീഗ് അംഗങ്ങൾ മിഷൻ ലീഗിൻ്റെ ഫോറൻ തലത്തിലും സംസ്ഥാന തലത്തിലും ഭാരവാഹിത്വം ഏറ്റെടുത്ത് സുസ്ഥിരമായ സേവനം കാഴ്ചവെച്ചിരുന്നു. നമ്മുടെ ആരാധന മണ്ഡലത്തിലെ സിസ്റ്റർ പ്രശാന്തം സീമൾ അതിരൂപത വൈസ് ഡയറക്ടറായിരുന്നു. നാളിതുവരെ എഴുതുന്ന മിഷൻ ലീഗ് പ്രവർത്തനങ്ങൾ മുഴുവനായി ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം ചേർക്കുന്നു. 2019 ഓണത്തോടനുബന്ധിച്ച് അഖില കേരള മാവേലി മത്സരം സംഘടിപ്പിച്ചു. 2020 കോവിഡിൻ്റെ അതിപ്രശ്നം ഉണ്ടായപ്പോൾ മിഷൻ ലീഗിൻ്റെ കൈത്താങ്ങായി എല്ലാ യൂണിറ്റിലേക്കും അർഹതയുള്ള 5 കുടുംബങ്ങൾക്ക് 5 കിലോ അരി വീതം നൽകിയുണ്ടായി. 2020 നവംബർ 2-ാം തീയതി ഭിന്നശേഷി മേഖലയോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയിലും അനീതിയിലും പ്രതിഷേധിച്ച് ധർണ നടത്തി. 2020-ലും 2021-ലും ക്രിസ്മസ് പുൽക്കൂട് മിഷൻ ലീഗിൻ്റെ നേതൃത്വത്തിലാണ് നടക്കപ്പെട്ടത്. ചെറുപുഷ്പ മിഷൻ ലീഗ് അതിരൂപത ആരംഭിച്ച മിഷൻ ലീഗ് പാതയും ഒരു പിടി ചോറും ഒരിറ്റ സ്നേഹവും എന്ന വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിക്ക് നമ്മുടെ പിന്തുണ നൽകി. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കസ്റ്റഡി മരണത്തിൽ പ്രതിഷേധിച്ച് ഭരണകൂട ഭീകരതയ്ക്കെതിരെ 2001 ജൂലൈ 9-ാം തീയതി പ്രതിഷേധം സംഘടിപ്പിച്ചു. കോവിഡ് മൂലം ബുദ്ധിമുട്ടിലായിരുന്ന കരുണാലയത്തിലേക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കാൻ സാധിച്ചു. ഇന്നും അത് തുടർന്നുകൊണ്ട് പോകുന്നു. എല്ലാ വർഷവും ജൂലൈ 3-ാം തീയതി വിശുദ്ധ തോമാശ്രീയുടെ തിരുനാൾ ആഘോഷമായി ആഘോഷിക്കുന്നു. 2021 ഓഗസ്റ്റ് 15-ന് മിഷൻ ലീഗ് അംഗങ്ങളുടെ മക്കളുടെ 10ാം ക്ലാസ്സും +2-ലും ഉന്നത വിജയം നേടിയതിന് സമ്മാനം നൽകി. മിഷൻ ലീഗ് അംഗങ്ങൾക്കായിട്ട് നമ്മുടെ പള്ളിയിൽ ഒരു റൂം നൽകപ്പെട്ടു. ഈ കഴിഞ്ഞ 50 ദിവസമായിട്ട് ഈ റൂമിലാണ് നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും. ഇതിനായി നമുക്ക് റൂം നൽകിയ കഴിഞ്ഞ ഭരണസമിതി പാരിഷ് കൗൺസിലിനെയും ഈ പാരിഷ് കൗൺസിലിനെയും അതിലെല്ലാ അംഗങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം 50 വർഷം ഈ ഓർമ്മപ്പെയ്ത്ത് എന്ന പരിപാടി നടത്താനും ഈ 50 വർഷമായി ഇതിനെ കൊണ്ടുനടക്കാനും മുൻപോട്ട് വന്ന ഒരുപാട് ആദ്യകാല പ്രവർത്തകർ, പ്രസിഡന്റ്, സെക്രട്ടറി, മരിച്ചുപോയ നമ്മുടെ അംഗങ്ങൾ എല്ലാവരെയും
സ്നേഹത്തോടെ സ്മരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇടപ്പള്ളിയിലെ മിഷൻ ലീഗിൻ്റെ സ്ഥാപക ഡയറക്ടറാണ് നമ്മുടെ സ്വന്തം പൈനാടത്തച്ഛൻ. അച്ഛനിവിടെ കൊച്ചച്ഛനായിരിക്കുന്ന കാലത്ത് തുടങ്ങി വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും അച്ഛനവിടെ വികാരി അച്ഛനായിട്ട് വന്നു. ഇപ്പോൾ അച്ഛനിവിടെ സന്നിഹിതനാണ്. അച്ഛനെ സ്നേഹത്തോടു കൂടി ആ ഓർമ്മകളിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അഭിമന്യ ജോസ് പിതാവ്, സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, 54 കൊല്ലം മുമ്പാണ് ഞാൻ ഇവിടെ പട്ടം കിട്ടിയ ഉടനെ കൊച്ചച്ഛനായിട്ട് സേവനം തുടങ്ങിയത്. 1968 3 വർഷം ഇവിടെ കൊച്ചച്ഛനായിരുന്നു. 71 കുഞ്ഞേട്ടനെ വിളിച്ച് മിഷൻ ലീഗ് തുടങ്ങുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു. സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലെ ഹാളിലാണ് അന്ന് മീറ്റിംഗ് കൂടിയത്. കുഞ്ഞേട്ടൻ വളരെ കാര്യഗൗരവത്തോടുകൂടെ മിഷൻ ലീഗ് ആരംഭിക്കുന്നതിൻ്റെ കാരണങ്ങൾ, അതുണ്ടായാലുള്ള പ്രത്യേകതകൾ ഇതൊക്കെ വിവരിച്ചു. അന്ന് എല്ലാ കുട്ടികളെയും കൂട്ടി, പങ്കെടുത്തവരെ കൂട്ടി ചെറിയൊരു റാലി നടത്തി. മുദ്രാവാക്യങ്ങളൊക്കെ കുഞ്ഞേട്ടൻ തന്നെ എഴുതി ഉണ്ടാക്കി വിളിച്ച് പറയിപ്പിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം കുഞ്ഞേട്ടൻ വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മിഷൻ ലീഗിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. അങ്ങനെ അതിൻ്റെ തുടക്കത്തിൻ്റെ പരിപാടികൾ അന്നുള്ള നേരത്തെ പേര് പറഞ്ഞവരൊക്കെ, മലമേൽ വർഗീസ്, ഇന്നലെ എന്നെ രാജു MP വിളിച്ചിരുന്നു. അന്ന് ഇതിനൊക്കെ മുൻപന്തിയിൽ നിൽക്കാൻ കുട്ടികളായിരിക്കുമ്പോൾ സജീവമായിട്ട് പ്രവർത്തിച്ചവരാണ്. അതൊക്കെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അങ്ങനെ 71 ഇവിടുന്ന് സ്ഥലം മാറി പോയി കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനിവിടെ വികാരിയായിട്ട് വന്നു. കൊച്ചച്ഛനായിരിക്കുമ്പോൾ ജോസ് പിതാവൊക്കെ തിരുവാറ സഖ്യത്തിന് ടോളിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ വീട്ടിലുള്ളവരൊക്കെ നിരയായിട്ട് പള്ളിയിലേക്ക് വരും. പള്ളിയുടെ മുൻവശത്തെ വിങ് ഏതാണ്ട് മുഴുവനും പിള്ളേരെ കൊണ്ട് നിറയുമെന്ന്. തിരുവാല സഖ്യത്തിലായിരുന്നു പിതാവെന്ന്. 25 കൊല്ലം കഴിഞ്ഞ് വികാരിയായിട്ട് വന്നപ്പോൾ മനസ്സിനുണ്ടായ സന്തോഷം, കൊച്ചച്ഛനായിരിക്കുമ്പോൾ മാമോദീസ നൽകിയവരുടെ വിവാഹം നടക്കുന്നു. വിവാഹം ആശീർവദിച്ചവരുടെ സിൽവർ ജൂബിലി നടക്കുന്നു. സിൽവർ ജൂബിലി ഞാനുള്ളപ്പോൾ നടത്തിയവരുടെ ഗോൾഡൻ ജൂബിലി ആകുന്നു. അന്ന് സ്ഥാപിതമായ മിഷൻ ലീഗിൽ കൂടുതൽ അംഗങ്ങളും അവർ സജീവമായിട്ട് ഇടവ പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഗോൾഡൻ ജൂബിലി വന്നപ്പോൾ ഇന്ന് കുർബാനയിൽ പങ്കാളിയാകാനും വചന സന്ദേശം നൽകാനും എനിക്ക് സാധിച്ചു. എല്ലാത്തിനും പ്രത്യേകം നന്ദി. അപ്പോൾ എന്നെ ക്ഷണിച്ചതിന് എല്ലാത്തിനും ഇവിടെയുള്ള എല്ലാവരോടും, പ്രത്യേകിച്ച് വികാരിച്ചനോടും കൊച്ചച്ഛന്മാരോടും ഇടവജനത്തോടൊക്കെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. തോമസ് അച്ഛൻ പോകല്ലേ, പൈനാടത്തച്ഛന് കൊടുക്കാനുള്ള ഒരു മെമൻറ്റോ കൊടുക്കാനായിട്ട് വികാരി അച്ഛനെ ഞാൻ ക്ഷണിക്കുകയാണ്. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. നമ്മുടെ മിഷൻ ലീഗിൻ്റെ രക്ഷാധികാരിയായ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ അധ്യക്ഷ പ്രസംഗത്തിനായി ഞാൻ അച്ഛനെ ക്ഷണിക്കുന്നു. അഭിമന്യ ജോസ് പിതാവേ, ഞങ്ങളുടെ MLA ഉമാ തോമസ്, ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ അന്തർദേശീയ ദേശീയ സംസ്ഥാന യൂണിറ്റ് ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ കൈക്കാരന്മാരെ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മിഷൻ ലീഗ് കുടുംബാംഗങ്ങളെ, ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ഇടപ്പള്ളി യൂണിറ്റിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. വയനാടത്തച്ഛനെ പോലെ ഇവിടെ കൊച്ചച്ഛനായി സേവനം ചെയ്യുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ ഹൈബിയുടെ വരുന്നുണ്ട്. നമുക്ക് കൈയടിച്ച് അദ്ദേഹത്തെ സ്വാഗതിച്ചു. മിഷൻ ലീഗിന് ഇനിയും ഏറെ കാലം സഞ്ചരിക്കുവാനുണ്ട് എന്നുള്ളൊരു ചിന്ത ഈ ജൂബിലി ആഘോഷം ശക്തമായി മിഷൻ ലീഗ് അംഗങ്ങളുടെ മനസ്സിൽ സജീവമായി നിലനിർത്തട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ അവസരത്തിൽ എനിക്ക് നൽകുവാനുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മിഷൻ ലീഗിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഹൃദയം നിറഞ്ഞ് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ 50 വർഷക്കാലം
ഇതിനെ ആത്മീയമായി പോഷിപ്പിക്കുന്നതിന് കാലാകാലങ്ങളിൽ ഇവിടെ സേവനം ചെയ്തിട്ടുള്ള വികാരിയച്ഛന്മാരെയും കൊച്ചച്ഛന്മാരെയും ആനിമേറ്റേഴ്സായി പ്രവർത്തിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയുമൊക്കെ നമുക്ക് പ്രാർത്ഥനാപൂർവം അനുസ്മരിക്കാം. അവർ ഈ സംഘടനയ്ക്ക് നൽകിയിട്ടുള്ള ദിശാബോധമാണ് എന്നും ഇപ്രകാരമുള്ള ഒരു കൂട്ടായ്മയിലേക്കും അതിലുപരിയായിട്ട് സഭയുടെ ഇന്നത്തെ എല്ലാ പ്രതിസന്ധികളിലേക്കും വളർച്ചയിലേക്കുമൊക്കെ മിഴിയൂന്നി തനതായ സംഭാവനകൾ നൽകുവാൻ സംഘടനാംഗങ്ങൾക്ക് ത്രാണം നൽകുക. നമ്മുടെ എല്ലാ മുൻകാല ഡയറക്ടർമാരെയും പ്രൊമോട്ടേഴ്സിനെയും ഓർഗനൈസേഴ്സിനെയും മുൻകാല ഭാരവാഹികളെയുമൊക്കെ മുൻകാല കൈക്കാരന്മാരെയും മറ്റുമൊക്കെ നമുക്ക് പ്രാർത്ഥനാപൂർവം ഓർമ്മിക്കാം. ഈ ഓർമ്മ പെയ്ത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നായി എന്നും നിലനിൽക്കുവാൻ ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും ജൂബിലിയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ഏവർക്കും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. നമ്മുടെ സ്വന്തം MP ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഹൈബിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. +2 SSLC പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ മിഷൻ ലീഗ് അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള അവാർഡ് ദാനമാണ്. ശ്രീമതി ഉമാ തോമസിനെ ക്ഷണിക്കുകയാണ്. ഇത്രയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫാദർ ആന്റണി മടത്തുംപടി അനുഗ്രഹ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിയിരിക്കുന്ന മാർ ജോസ് പുത്തംവീട്ടിൽ പിതാവ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ ചെറുപുഷ്പം മിഷൻ ലീഗിൻ്റെ കുടുംബാംഗങ്ങളെ, സിസ്റ്റർമാരെ, അച്ഛന്മാരെ, കൊച്ചനുജത്തിക്കും അനുജന്മാർക്കുമൊക്കെ സമ്മാനം കൊടുക്കുക എന്ന ദൗത്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് അവരോട് ഒരു വാക്കേ പറയാനുള്ളൂ. നിങ്ങളോട് അത്രയും മാർക്കുമില്ലാതെ കുറച്ച് പേരുണ്ടാവും. അവരെ കൂടി നിങ്ങളൊന്ന് കൂടെ ചേർത്ത് നിർത്തണം. എന്തുകൊണ്ടാണ് അവർക്ക് അത്രയും മാർക്ക് വാങ്ങിക്കാൻ പറ്റാത്തത് എന്നൊന്ന് അന്വേഷിക്കണം. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അടുത്തുള്ളവരെയും മാർക്ക് കുറഞ്ഞു പോയവരെയും എല്ലാം കൈപിടിച്ച് ഉയർത്താനും അയൽവക്കത്തുള്ളവർക്ക് എന്താണ് വേദനയെന്ന് അറിയാനും ഒരു സൊസൈറ്റി എന്ന നിലയിൽ പഠിത്തത്തിൽ മാത്രമല്ല നമ്മളുടെ സമൂഹത്തിലെ കാര്യങ്ങളിലും കൂടി ഇടപെട്ട് നല്ല അഗ്രഗണ്യരായി ഒന്നാമതായി എത്തണം. നിങ്ങളുടെ ജീവിതത്തിലെ വിജയം ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ കൂടി ഇടപെടുമ്പോഴാണ് എന്ന് മാത്രമുള്ള ഒരു കാര്യമാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. എല്ലാവരും നന്നായി വളരുക. ഈ മിഷൻ ലീഗിലെ എല്ലാ പരിപാടികളും നന്നായി വരട്ടെ എന്ന് മാത്രം, എൻ്റെ എല്ലാ സഹകരണവും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ്. ആദ്യമായി SSLC പരീക്ഷയിൽ ഉന്നതവിജയം നേടിയ ആൻ മരിയ ബിജു, ആന്റണി മാർട്ടിൻ അമ്പാട്, ജോഹാൻ ജോസ് ഷാൻഡി, ഇമ്മാനുവൽ ജാക്സൺ ചിറമേൽ, +2 ഉന്നത വിജയം കരസ്ഥമാക്കിയവർ ഐറിൻ ജോർജ് അമ്പാട്, എൽന മേരി മാർട്ടിൻ, അമിത തോമസ്, അമിത, അഗാധ ആന്റണി പരവര, റെക്സി നിക്സൺ പരവര, റെക്സി നിക്സൺ, താങ്ക് യു. അടുത്തതായി ശ്രീ ഹൈബി ഇടൻ അവറുകളെ സോവനിയർ പ്രകാശനത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഇടപ്പള്ളി പള്ളിയുടെ വികാരി റവറൻ ഫാദർ ആന്റണി മടത്തുംപടി, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള
നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ മുൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാനും ഫരീദാബാദ് രൂപതയുടെ സഹായമെത്രാനുമായിട്ടുള്ള മാർ ജോസ് പുത്തമ്പട്ടി പിതാവേ, പ്രിയപ്പെട്ട ഈ നാടിൻ്റെ MLA ശ്രീമതി ഉമാ തോമസ്, വേദിയിൽ സന്നിഹിതയായിട്ടുള്ള ചെറുപുഷ്പം മിഷൻ ലീഗ് ഇടപ്പള്ളിയുടെ ബഹുമാന്യരായ സ്ഥാപക ഡയറക്ടർമാർ മുതൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ബഹുമാന്യരെ, വൈദിക ശ്രേഷ്ഠരെ, സന്യാസിനി സഹോദരിമാരെ, പ്രിയപ്പെട്ട ഇടവക അംഗങ്ങളെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ചെറുപുഷ്പം മിഷൻ ലീഗ് ഇടപ്പള്ളിയുടെ ഈ സുവർണ ജൂബിലി സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം ഞാനും സംബന്ധിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയോട് കൂടുതൽ സമൂഹത്തെ അടുപ്പിക്കാൻ മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഒരുപാട് സമൂഹത്തിന് ഗുണകരമായ മാറ്റം സൃഷ്ടിക്കാൻ ക്രൈസ്തവ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് വളരുമ്പോഴും മുന്നോട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ മൂല്യാധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ചെറുപുഷ്പം മിഷൻ ലീഗ് അതിൻ്റെ മുന്നണിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവരുടെ 50 വർഷങ്ങൾ പൂർത്തീകരിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ ഒരു സന്തോഷത്തിൽ ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള സൊവനീറിൻ്റെ പ്രകാശനവും കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ്. സോവനിയർ പ്രകാശനം ശ്രീ ഹൈബി ഈഡൻ MP നമ്മുടെ സ്വന്തം മാർ ജോസ് പുത്തൻപേട്ട് ഫരീദാബാദ് രൂപത സഹായമെത്രാന് കൈമാറി നിർവഹിക്കുന്നുണ്ട്. അടുത്തതായി അനുഗ്രഹ പ്രഭാഷണത്തിനായി മാർ ജോസ് പുത്തൻപേട്ടിൽ പിതാവിനെ ക്ഷണിക്കുന്നു. ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ അധ്യക്ഷം വഹിക്കുന്ന നമുക്ക് ഏറെ പ്രിയങ്കരനായ പ്രിയപ്പെട്ട വികാരി അച്ഛ, നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ഉമാ തോമസ്, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ ഹൈബി ഈഡൻ, വേദിയിലിരിക്കുന്ന ഇൻ്റർനാഷണൽ, നാഷണൽ, സ്റ്റേറ്റ്, ഡയസസ് യൂണിറ്റ് ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മിഷൻ ലീഗ് കുടുംബാംഗങ്ങളെ, എൻ്റെ സ്വന്തം ഇടവകയായ ഇടപ്പള്ളി പള്ളിയിൽ എന്നെ ഒരു മിഷണറിയായിട്ട് വളർത്തിയ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ സുവർണ ജൂബിലി ഇന്ന് ആഘോഷിക്കുമ്പോൾ ഈ ജൂബിലിയുടെ ആശംസകൾ പ്രാർത്ഥനാപൂർവം ഏവർക്കും നേരുകയാണ്. ഈ ജൂബിലി ആഘോഷിക്കുന്ന സുദിനം അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിലും അത് ഏറെ അനുഗ്രഹീതമായ ഒരു സുദിനമാണ്. കാരണം ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ സ്ഥാപകനായ കുഞ്ഞേട്ടൻ്റെ 13ാം അനുസ്മരണ ദിനമായിരുന്നു ഇന്ന്. അതിൽ പങ്കെടുത്ത ഇൻ്റർനാഷണൽ, നാഷണൽ, സ്റ്റേറ്റ് ഭാരവാഹികൾ ഭരണങ്ങാനത്ത് നിന്ന് ഓടി ഇടപ്പള്ളിയിലെത്തിയത് ഇടപ്പള്ളിക്കാരോട്, ഇടപ്പള്ളിയിലുള്ള ചെറുപുഷ്പ കുടുംബാംഗങ്ങളുള്ള സ്നേഹം മൂലമാണ്. ശ്രീ ഉമാ തോമസ് ഇവിടെ വന്നപ്പോൾ വളരെ എളിമയോടുകൂടി പറഞ്ഞു, ഈ ചെറുപുഷ്പ മിഷൻ ലീഗ് അതൊന്നും എനിക്ക് അത്രയ്ക്ക് പരിചയമായിട്ടില്ല, ഞാനത് പഠിച്ച് അടുത്ത പ്രാവശ്യം അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറയാമെന്ന്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സീനിയേഴ്സും ആ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ചൈതന്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. സഭ ഈ പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ചെറുപുഷ്പ മിഷൻ ലീഗുകാർ കാണിക്കുന്ന ഒരു മിഷൻ ചൈതന്യം, അത് ഇന്ന് എനിക്ക് വലിയ പ്രചോദനമായി നിൽക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവരുടെ മുഖങ്ങൾക്ക് നോക്കുമ്പോൾ എനിക്കറിയാം, ഇവരെല്ലാവരും മിക്ക ദിവസം പള്ളിയിൽ വരുന്നവരാണ്.
ഇതൊക്കെ മിഷനിലേക്ക് നൽകിയ ഒരു വലിയ ചൈതന്യമായിട്ട് ഞാൻ കാണുകയാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ദൈവപരിപാലനയിലാണ് ഞാൻ പഞ്ചാബിലായിരിക്കുന്നതെങ്കിലും തമ്പുരാൻ വർഷങ്ങൾക്ക് മുമ്പേ ചെറുപ്പം മുതലേ ഒരു മിഷൻ ചൈതന്യം എനിക്ക് നൽകുവാനായിട്ട് ഇടപ്പള്ളി ഇടവകയിലെ മിഷൻ ചെറുപുഷ്പം മിഷനിലേക്ക് ഉണ്ടായി എന്നുള്ളത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ മുന്നോട്ടുള്ള യാത്രയിൽ ചെറുപുഷ്പം മിഷൻ ലീഗിന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ ധാർമ്മികമായ സുവിശേഷ അധിഷ്ഠിതമായ മൂല്യങ്ങൾ കൂടുതൽ പ്രസരിപ്പിക്കുവാനും ഇടപ്പള്ളി സമൂഹത്തെയും ഈ അതിരൂപതയെയും ആത്മീയ ചൈതന്യത്തിൽ വളർത്തുവാൻ ഇവിടെയുള്ള മക്കളെ അവരുടെ ജീവിതങ്ങളെ കുറച്ചും കൂടി സുന്ദരമാക്കുവാനായിട്ട് ചെറുപുഷ്പം മിഷൻ ലീഗിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പഞ്ചാബിൽ നിന്നും പ്രത്യേകമായി സുവർണ ജൂബിലിയുടെ ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. ഈ വർഷം നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഈ വർഷം ചെറുപുഷ്പം മിഷൻ ലീഗ് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നു എന്നുള്ളത് ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് കൂടുതൽ മനോഹാരിത നൽകുകയാണ്. ഒരിക്കൽ കൂടി സുവർണ ജൂബിലിയുടെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഏവർക്കും ആശംസിച്ചുകൊണ്ടും ഇടപ്പള്ളിയിലെ മിഷൻ ലീഗിനോടുള്ള സ്നേഹത്തെ പ്രതി വളരെ ബുദ്ധിമുട്ടി ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹൈബിയും ശ്രീ ഉമാ തോമസും ഇന്റർനാഷണൽ നാഷണൽ സ്റ്റേറ്റ് ഡയസിസ് ഭാരവാഹികളും കാണിക്കുന്ന വലിയ സ്നേഹത്തിന് ഇടവകയുടെ നാമത്തിൽ ഞാനും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ സഹകരണവും സ്നേഹവും പ്രോത്സാഹനവും എന്നും ഇടപ്പള്ളി യൂണിറ്റിനോടുകൂടി ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ജേസു. തോമസിന് മിഷൻ ലീഗിൻ്റെ ഒരു സ്നേഹോപകാരം ഇടപ്പള്ളി പ്രസിഡന്റ് ശ്രീ ജോർജ് കുട്ടി അമ്പാട്ട് സമ്മാനിക്കുന്നു. അടുത്തതായി ഒരു സ്പെഷ്യൽ അവാർഡ് ദാനം. എടപ്പള്ളി മിഷൻ ലീഗിൻ്റെ ഒരു പ്രത്യേക താരം ജാക്സൺ ജെയിംസ് ചെറമേൽ. നേട്ടങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 2018 സ്പെയിനിലെ മലാഗയിൽ വെച്ച് നടന്ന 23ാമത് വേൾഡ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഹൈ ജമ്പിൽ 9ാം സ്ഥാനം. 2019-20 നാഷണൽ ലെവലിൽ 2ാം സ്ഥാനം. 42ാമത് നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ. 2022 നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിംസിൽ ഗോൾഡ് മെഡൽ. ആശംസകളാണ് ശ്രീ ഡേവിഡ് പല്ലൂര്, ഇന്റർനാഷണൽ പ്രസിഡന്റ് CML. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ ബഹുമാനായ ആന്റണി മർത്തുംപുടിയച്ച, നമ്മുടെ എല്ലാം എറണാകുളം അതിരൂപതയുടെ സ്നേഹവാത്സല്യമായ അഭിവന്യ പിതാവേ, വേദിയിലിരിക്കുന്ന ആത്മീയ നേതാക്കന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു തമ്പുരാൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ ആത്മീയ പ്രേക്ഷിത പ്രസ്ഥാനമായ ചെറുപുഷ്പം മിഷൻ ലീഗ് ഭാരതത്തിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉടലെടുത്തത് അൽഫോൻസാമ്മയുടെ പ്രചോദനത്താൽ വെറും 7 പേര് കൂടി, കുഞ്ഞേട്ടനും മാലിപ്പറമ്പിലച്ഛനും കൂടുന്ന 7 പേര് കൂടി ഭാരതത്തിൻ്റെ ലിസ്യു എന്നറിയപ്പെടുന്ന ഭരണങ്ങാനത്ത് 1947 ഒക്ടോബർ മാസം 3-ാം തീയതി ഉദയം ചെയ്തു. 100 പ്രവർത്തകരെ വാർത്തെടുത്ത് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി പുറപ്പെടുവിച്ച ചങ്കാണ് കത്തോലിക്ക സഭയിലെ ചെറുപുഷ്പം മിഷൻ ലീഗ്. എറണാകുളം അതിരൂപതയുടെ ചങ്കാണ് എടപ്പള്ളി. കുഞ്ഞാട്ടൻ മരിച്ചിട്ട് 13-ാം വർഷം. ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ
പള്ളി കൊടുത്തു കൊടുക്കുകയും അവിടേക്ക് വേണ്ടിയുള്ള എല്ലാ സാധന സാമഗ്രികളും കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മീറ്റിംഗ് വിളിച്ചപ്പോഴേക്ക് അറിയാൻ സാധിച്ചത്. മിഷൻ ലീഗിന്റെ ചൈതന്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് നാഷണൽ പ്രസിഡന്റ് ശ്രീ വിനോയ് പള്ളിപ്പറമ്പിൽ ആശംസകൾ. ഈ ജൂബിലി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ആന്റണി മടത്തുപടി അച്ഛ, ബഹുമാനപ്പെട്ട ഫരീദാബാദ് ജില്ലയുടെ സഹായ മെത്രാൻ ജോസ് പുത്തൻവീട്ടി പിതാവി, മറ്റ് വീട്ടിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ മുൻകാല പ്രവർത്തകരെ, ഭാരവാഹികളെ, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, തീർച്ചയായും എനിക്ക് ഇന്ന് ഇവിടെ വരുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇടപ്പള്ളി ഇടവകയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എല്ലാവരും എറണാകുളം അതിരൂപതക്കാർ, ഞാൻ മാത്രമേ പുറത്ത് ഉള്ള ഒരു രൂപതയിൽ നിന്നുള്ള ഒരാൾ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന് പറയുന്ന സംഘടന സ്ഥാപിതമായ പാലാ രൂപതയിലെ രാമപുരക്കാർ. അപ്പൊ നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ വരുവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇവിടെ തലമുതിർന്ന ഒരുപാട് പേരെ കാണുമ്പോൾ വളരെ സന്തോഷം. ചെറുപുഷ്പ മിഷൻ ലീഗിനെ കുറിച്ച് മിഷൻ ലീഗിന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡേവിസ് സലൂരാൻ ഇവിടെ പറഞ്ഞില്ല. 1947 മാലിപ്പറമ്പിലച്ഛന്റെയും കുഞ്ഞേറ്റിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന ഇന്ന് വളർന്ന് കേരളത്തിനും പുറത്തുള്ള രൂപതകളിലും ഇന്ത്യക്ക് പുറത്ത് 120 ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. മിഷൻ ലീഗ് എന്ന് പറയുന്ന സംഘടന ഈ കേരളത്തിൽ ഒതുങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിതാവിനെ പോലെയുള്ള 53 പേര് ചെറുപുഷ്പ മിഷൻ ലീഗിലൂടെ പ്രവർത്തിച്ച്, അല്ലെങ്കിൽ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ഭാരവാഹികളായിരുന്ന 53 പേര് ഇന്ന് പിതാക്കന്മാർ. അതുപോലെ തന്നെ ഏതാണ്ട് 50,000 സമർപ്പിതര് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറുപുഷ്പ മിഷൻ ലീഗിനെ ദീപാവലികളുടെ നേഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ ചെറുപുഷ്പ മിഷൻ ലീഗ് അതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ 25ാമത്തെ വാർഷികം എറണാകുളത്ത് വെച്ചാണ് നടത്തിയത്. അതുപോലെ തന്നെ 50 ഭരണങ്ങാനത്ത്, 60 ചങ്ങനാശ്ശേരിയില്, 70 ആയപ്പോൾ അന്ന് ബെൽത്തങ്ങാടിയില്, 75 ആയപ്പോഴത്തേക്ക് തമിഴ്നാട്ടില്. അപ്പോൾ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലെ മിഷൻ ലീഗിന്റെ ജൂബിലികളുണ്ട്. അപ്പോൾ ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തില് തീർച്ചയായും ഇടപ്പള്ളി ശാഖ അതിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ്. ഇവിടെ വരുവാൻ, നിങ്ങളുടെ ഈ പരിപാടികളിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ജൂബിലിയുടെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് മിഷൻ ലീഗ്. നമ്മൾ നേരത്തെ വിട്ടുപോയ SSLC പരീക്ഷയിൽ ഉന്നതം ചെയ്യുകയും ഇതിൽ അറസ്റ്റ് അടുത്ത ആശംസകൾ എത്തിക്കാനായി നമ്മുടെ സ്വന്തം വൈസ് ചെയർമാൻ സെൻട്രൽ കമ്മിറ്റി ശ്രീ ആന്റണി പരിപാടിയിലേക്ക് അധ്യക്ഷൻ ഇടപ്പള്ളി സെന്റ് ജോർജ് വികാരി ആന്റണി നടത്തപ്പടി, ബഹുമാനപ്പെട്ട അനുഗ്രഹ പ്രഭാഷണം നടത്തിയ പിതാവ് ജോസഫ് ഡേവിസ് സലൂരാൻ, മറ്റു മിഷൻ ലീഗിന്റെ ഭാരവാഹികൾ, നമ്മുടെ പ്രൊമോട്ടർ
കൈകാര്യം യോണിച്ചേട്ടൻ, ജിജോ സിംഗന്തറ, ജോഷി സിംഗന്തറ, നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ അമ്മ, നമ്മുടെ പരിപാടികളുടെ ബോക്സൻ ഡേവിഡ്, ട്രഷറർ ജോബി, MI വർഗീസേനൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ വിശുദ്ധ കുടുംബാംഗങ്ങളെ, നമ്മൾ 50 വർഷം മുമ്പ് MI വർഗീസേനനും അമ്മാന്റെ തോമസേനും മറ്റു ജ്യേഷ്ഠ സഹോദരന്മാരും ഇടപെടലിലെ നിലനിർന്ന മടയൽ സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് 1972 രൂപപ്പെടുത്തുന്നത്. പള്ളിയിൽ പെരുന്നാൾ നടക്കുമ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ അനൗൺസ്മെന്റ് ആരംഭിക്കുന്ന കാലഘട്ടമാണ് 15 വയസ്സിലാണ്. അതിന് മുതിർന്നവരാണ് നമുക്ക് ഭയങ്കരല്ല, കാരണം ചെറിയ ചെറിയ കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ പറഞ്ഞേക്കാം. അപ്പൊ ഞങ്ങൾ ആദ്യം റോഡ് കുറിച്ച് കിടക്കുന്ന ബന്ധജനങ്ങൾ ട്രാഫിക് പോലീസിന്റെ നിർദ്ദേശം സ്വീകരിക്കണം പറഞ്ഞു തുടങ്ങി. പിന്നെ പയ്യെ മറ്റുള്ള ഡയലോഗുകൾ പഠിച്ചു. അങ്ങനെ ചെറുപ്പം മിഷനിലേക്ക് ചെറുപ്പം മുതലേ നമ്മുടെ ജീവിതത്തിൽ കലാ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രചോദനം തന്നിട്ടുണ്ട്. ആ ചെറുപ്പകാലത്ത് തന്നിട്ടുള്ള നമ്മുടെ ജോസ്തിനാഥോട് ഞാനിപ്പോൾ ചോദിക്കുകയായിരുന്നു. ജോസ്തിനാഥ് തമിഴ് ശരിക്കും അറിയാവുന്ന ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല. പക്ഷേ ഇടപെടലിൽ ഞാൻ അനൗൺസ് ചെയ്തപ്പോൾ ഒരു ദിവസം പിതാവിനോട് പറഞ്ഞു, ഇവിടെ തമിഴന്മാരെല്ലാം വന്നിട്ട്, അപ്പൊ തമിഴിലൂടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നോട് സൂചിപ്പിച്ചു. എന്നിട്ട് എനിക്ക് തമിഴ് മലയാളത്തിൽ ഞാൻ മലയാളത്തിൽ എഴുതിയിരുന്നു. പിതാവ് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആൻപുള്ള വരവേൽക്കുമെന്നെല്ലാം പറഞ്ഞ് അനൗൺസ്മെന്റ് പഠിച്ചത്. തമിഴല്ല, പിതാവാണ് പഠിപ്പിച്ചത്. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പ്രവർത്തിക്കാൻ സാധിച്ചതിന്റെ പേര് മിഷൻ ലീഗാണ് എന്ന് തുറന്നു പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവിടെ നിന്ന് പഠിച്ച പാഠങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചതിന് നിങ്ങളോടൊപ്പം ഈ 50 വർഷം പിന്നിടുമ്പോൾ അതിന്റെ സ്ഥാപന നേതാക്കൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയിൽ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും വീണ്ടും വീണ്ടും ചെറിയ കുട്ടികൾ CMലേക്ക് കടന്നു വന്ന് ഈ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വരാനിരിക്കുന്ന കാലഘട്ട നമ്മൾക്കെല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു നല്ല സാഹചര്യമായി ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി. ആശംസകൾ അർപ്പിക്കുന്നു. ശ്രീ തോമസ് എടശ്ശേരി, അതിനുള്ള പ്രസിഡന്റ്. ഈ യോഗത്തിന് ശേഷം നമ്മുടെ സമ്പത്തികാവായ ജോസ് പിതാവെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലും വേദിയിലുമായിരിക്കുന്ന വൈദികരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ സഹകർഷകന്മാരെ, ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുക. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യൻ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് ഈ 15-ാം തീയതി എത്തുമ്പോൾ 75 വർഷങ്ങൾ പിന്നിടുമ്പോൾ അതേ വർഷം തന്നെ രൂപപ്പെട്ട ഭാരതസഭയുടെ മകനായ ചെറുപ്പത്തിൽ രൂപം കൊണ്ടിട്ട് ഈ വർഷം 1947 രൂപപ്പെട്ട മുസ്ലിം ഈ വർഷം എത്തുമ്പോൾ 25 വർഷങ്ങൾ പിന്നിടുകയാണ്. ആ ചെറുപ്പത്തിന്റെ രൂപതയിൽ രൂപപ്പെട്ടിട്ട് ഇത് 50 വർഷങ്ങൾ പിന്നിടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇടപ്പള്ളി ഇടപെടലും അതിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ്. നിരവധി ജൂബിലി ആഘോഷങ്ങളുടെ ഒരു സന്തോഷത്തിന്റെ നിറവിലാണ് നാം നൽകുക. നമുക്ക് ഏറെ പിന്നിലേക്ക് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം നൽകുക. മറ്റൊന്നുമല്ല, നമ്മുടെ വിശ്വാസത്തിന് പുറത്തു നിന്നും അകത്തു നിന്നും വീഴ്ച നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം ജീവിച്ചു പോവുക. നമ്മുടെ മക്കളുടെ വിശ്വാസം പകർന്നു നൽകേണ്ട ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഏറെ വെല്ലുവിളി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നാം പകർന്നു നൽകേണ്ട സംസ്കാരം ക്രിസ്തു നമുക്ക് നൽകിയ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു നമുക്ക് പകർന്നു നൽകിയ ഒരു സംസ്കാരമുണ്ട്. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വിട്ടുകൊടുക്കലിന്റെയും ഓർപ്പിച്ചാറിന്റെയും ഒരു സംസ്കാരത്തിലൂടെ നമ്മളെ ക്രിസ്തു വഴിപിടിച്ച് നടത്തിയത്. ഇന്ന്
അതൊക്കെ കൈമോശം വന്ന് പോയോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. ആ കാലഘട്ടത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് നമുക്ക് ആവശ്യമായിട്ടില്ല. ക്രിസ്തുവിന്റെ ആ സ്നേഹ സംസ്കാരത്തിലേക്ക് ചെറുപക്ഷത്തിന്റെ അംഗങ്ങളായ നാം ഓരോരുത്തരും കടന്നു പോകണം. അല്ലെങ്കിൽ അത് സ്വായത്തമാക്കിക്കൊണ്ട് നമ്മുടെ വരും തലമുറയിൽ പകർന്നു നൽകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനുപരി നൽകുന്ന എല്ലാ സംഘടനകൾക്കും ഇടപ്പള്ളി ഇടവകയോട് എല്ലാം നന്ദി അർപ്പിച്ചുകൊണ്ട് വരുന്ന സ്വാതന്ത്ര്യദിനത്തിലെയും സ്വർഗാരോഹണത്തിനാളിലെയും ഈ ജൂബിലിയുടെയും മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നടന്നുകൊണ്ട് നിർത്തുന്നു. ജയിച്ചല്ലേ നമ്മുടെ സംസ്ഥാന ഭാരവാഹികളുടെ മൊമെന്റോ സമർപ്പിക്കുകയാണ്. കടപ്പള്ളിയുടെ അഹങ്കാരമായ നമ്മുടെ പിതാവ് എല്ലാ വിശിഷ്ടങ്ങളും എനിക്ക് മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ 35 വർഷം പുറകോട്ട് പോവുകയാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു വില്ലേജിലാണ്. തൃശ്ശൂരിൽ നിന്ന് 5 കിലോമീറ്റർ മാറി ഒരു വില്ലേജിലാണ്. അവിടെ ആ ചർച്ചിൽ മുസ്ലിങ്ങളെ 12 വയസ്സ് 13 വയസ്സ് കാലഘട്ടത്തിൽ ആ സമയങ്ങളിൽ നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു വലിയ പങ്ക് വഹിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അന്ന് അവിടുത്തെ അച്ഛൻ കാര്യത്തിൽ ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എല്ലാ വീട്ടിലും പോയി പിടിയേരി വാങ്ങിക്കുക. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ സജീവമായി പിടിയേരി പോകും. ഈ പിടിയേരി എന്ന് പറയുന്നത് മാക്സിമം വന്നാൽ ഒരു 150 ഗ്രാം 200 ഗ്രാമിന് താഴെ വരുന്ന അതിനൊരു അളവ് പാത്രം ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് നിങ്ങൾ എല്ലാ വീടുകളിലും ഒരാൾ മാത്രമല്ല പലരും ഇതിനു വേണ്ടി ആ ഇടവക മുഴുവൻ അന്നും 1200 കുടുംബം ഉണ്ടായിരുന്നത് കൊട്ടേക്കാട് ഇടവക എന്ന് പറയുന്നത് പുറനാട്ടത്താണ്. ഞങ്ങൾ കൂടി തിരിച്ച് ആ കാലത്ത് അധികം പട്ടിണി എടുക്കുന്ന വീടുകളിൽ ഞങ്ങൾ ഈ അരി മാത്രമല്ല അവിടെ കിട്ടുന്ന എല്ലാ വിളകളും കായ ചേന എന്ന് വേണ്ട എല്ലാ വിളകളും ഞങ്ങളെടുത്ത് അതാത് വീടുകളിലേക്ക് പങ്കുവെച്ച് ഞങ്ങൾ കൊടുക്കുന്നത് പതിവുണ്ടായിരുന്നു. അത് പിന്നീട് കാലങ്ങൾ മാറി എല്ലാവരും പട്ടിണി എന്ന് പറയുന്നത് സ്ഥിതിവിശേഷം മാറുകയും ഇന്ന് അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് ഒരു വലിയ അനുഭൂതിയായിരുന്നു. ഇനിയും അങ്ങനത്തെ ഒരു കാലം ഉണ്ടാകാതിരിക്കട്ടെ. തീർച്ചയായിട്ടും നല്ല മനുഷ്യൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ 15 വർഷത്തോളം അവിടെ പല വർഷങ്ങളായിട്ട് ചെയ്യുന്നത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇനി നല്ല നടത്തുവാൻ നമ്മുടെ എടപ്പള്ളി മനുഷ്യൻ്റെയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചെന്ന് എനിക്കറിയാം. ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ജിജോ ചികന്തറ എടപ്പള്ളി CML മെമ്പറാണ്. കൗൺസിലർ ഏറ്റവും സ്നേഹനിധിയായ നമ്മുടെ വികാരി ഫാദർ ആന്റണി മഠത്തിൽ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ അഭിവൃദ്ധി പിതാവ്
പുത്തപ്പുര പിതാവ്, പ്രിയപ്പെട്ട കൈക്കാരന്മാർ, മിഷൻ ലീഗിന്റെ ദേശീയ സംസ്ഥാന അതിരൂപത മേഖലാ ഭാരവാഹികളെ, അച്ചപ്പ, സിസ്റ്റേഴ്സ്, സ്നേഹനിധിയായ എടപ്പള്ളി CMN കുടുംബാംഗങ്ങളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. അതിൽ തന്നെ ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തുറന്നുള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം എനിക്ക് ഈ വേദിയിൽ വന്ന് സംസാരിക്കാൻ എനിക്ക് അവസരം തന്നു എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു കാലയളവ് മാത്രമാണ് മിഷൻ ലീഗുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചത്. ഏതാണ്ട് 88 ദിവസം തുടങ്ങി 94 വരെയുള്ള കാലഘട്ടം, ഏകദേശം 6 വർഷക്കാലത്തെ പരിചയമാണ് CMN ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നേക്കാളും എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ, CMN പ്രവർത്തിക്കുമ്പോൾ അതിന് മുമ്പുള്ള ആളുകൾ ഇന്നും സജീവമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം മിഷൻ ലീഗിന്റെ പ്രവർത്തന മേഖല എന്താണ്, എങ്ങനെയാണ്. അതിനേക്കാൾ ഉപരി ഈ സംഘടന വഴി ഒരുപാട് പേർക്ക് പല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളതാണ് ഏറ്റവും വലിയ മഹത്തായ കാര്യം. നമ്മുടെ പ്രവർത്തന റിപ്പോർട്ടിൽ സെക്രട്ടറി വളരെ വലിയ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രസിഡന്റും സെക്രട്ടറിയും ആ ഭാരവാഹി, ഇപ്പോഴത്തെ ഭാരവാഹിയൊക്കെ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാവർക്കും അത്യധികം സന്തോഷം ഞാൻ നേരുകയാണ്. എല്ലാവിധ ഗോൾഡൻ ജൂബിലിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നതോടൊപ്പം നമ്മുടെ 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും നന്മ നേരത്തെ നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഓർമ്മകൾ പങ്കുവയ്ക്കാനും ആശംസകൾ അർപ്പിക്കാൻ ശ്രീ വർഗീസ് നൽകാൻ ക്ഷണിക്കുന്നു. സ്ഥാപക സെക്രട്ടറി 1972 സെക്രട്ടറിയാണ് CMN എടപ്പള്ളിക്ക്. നമ്മുടെ വർഗീസ് ഞാൻ ഇവിടെ അഭിമാനത്തോടു കൂടി എൻ്റെ ഓർമ്മകൾ 50 കൊല്ലത്തേക്ക് മുമ്പിൽ പോയി പോവുകയാണ്. ഞങ്ങളത് നടപ്പുണ്ടായി. ആ നടപ്പുകളിലേക്ക് കുറച്ച് വൈകാൻ വേണ്ടി അങ്ങനെ എനിക്ക് ഒരു ഘട്ടത്തിൽ മക്കളെ കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ പേര് നമ്മളിതൊരു സംഘടനയാണ്. പോയി അത് കഴിഞ്ഞിട്ട് വേറെ അങ്ങനെ ഉടലെടുത്ത ഒരു സംഘടന ഏഴോ തുടങ്ങി അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ധരിക്കുകയും അതുപോലെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. ഇന്ന് വളരെയേറെ അഭിമാനവും സന്തോഷമുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ ഇതിന്റെ പ്രവർത്തനം അതിഭംഗിയായി നടത്താൻ ജഗദീശ്വരൻ നമ്മൾ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അടുത്തതായി നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം എന്നതിൽ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് പിതാവിനെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരിതെളിക്കുന്നതിനായി എടപ്പള്ളി ആരാധന മഠം മദർ സുപ്പീരിയർ സിസ്റ്റർ മരിയ ഗ്രേസിനെ ക്ഷണിക്കുന്നു. മിഷൻ ലീഗിന്റെ സ്ഥാപക ട്രഷററായിരുന്ന ശ്രീ തോമസ് അമ്പാട്ടിനെ ക്ഷണിക്കുന്നു. ആദ്യകാല മെമ്പറായിരുന്ന ശ്രീമതി റെനി മണ്ഡലിനെ ക്ഷണിക്കുന്നു. പുതിയ തലമുറയുടെ പ്രതിനിധിയായി ആൻ ട്രീസ പള്ളിപ്പാടിനെ ക്ഷണിക്കുന്നു. പ്രസിഡന്റ് ജോർജ് ഉണ്ണി അമ്പാൻ,
സ്നേഹോപകാര സമർപ്പണമാണ് നമ്മുടെ മെമ്പറായിരിക്കുന്ന തോമാച്ചന്റെ മകൾ വെച്ച് പിതാവിന്റെയും നമ്മുടെ വികാരിയച്ഛന്റെയും മെലാനി കൈമാറുന്നതാണ്. നമ്മുടെ ക്രിസ്മസിന് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് പിക്ചറെല്ലാം വരച്ചത് മെലാനിയാണ്. നമ്മുടെ മിഷനിലേക്ക് മെമ്പറാണ് മെലാനി. എല്ലാവിധ ഭാവങ്ങളും നേരിടും. നന്ദി. കൃതജ്ഞത പ്രകാശത്തിലേക്ക് കടക്കുന്നതിനായി ശ്രീ തോമസ് ഇടപ്പള്ളിയുടെ സ്വന്തം പിതാവിനെ ജോസഫ് തമ്മിൽ പിതാവിനെ ജീവനാമത്തിൽ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വികാരിയച്ഛൻ മിഷൻ ലീഗിന്റെ ഏതൊരു ആവശ്യത്തിലും ബഹുമാനപ്പെട്ട ആന്റണി മണ്ഡലത്തിന് ഹൃദയത്തിന്റെ ഭാഷയിലെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൈക്കാരന്മാര് ജോഷി ചേട്ടനെയും ജോണി ചേട്ടന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് അമ്പാട്ടിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ആന്റണി പരമായ ഈ വിഷയത്തിന്റെ ഒരു സാന്നിധ്യമാണ്. ആന്റണി പാലക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രമോട്ടർ സിഗ്ഗും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. തോമസ് അവാർഡ് പ്രശ്നമായിരുന്നു 1972 തോമസ് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ജിജോ ചിക്കത്ര ലീഗിന്റെ ഒരു കൗൺസിലറാണ്. ജിജോ ചിക്കത്രയ്ക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. യൂണിറ്റിന്റെ ജോലി പടവയ്ക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ലീഗിന്റെ മറ്റു ഭാഗമായിട്ട് സ്റ്റാൻഡറായിട്ട് ഇവിടെ ശ്രമിച്ച അവാർഡ് ജോയിന്റ് സെക്രട്ടറിയാണ്. അതുപോലെ ജോബ് വൈസ് പ്രസിഡന്റ് എന്നിവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ലീഗിന്റെ മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹിയും എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ഇനി നമ്മളെ ക്ഷണിച്ച് പഴയ ലീഗിലൂടെ വളർന്നു വന്ന എല്ലാ നമ്മുടെ ലീഗിന്റെ കുടുംബങ്ങൾക്കും പ്രത്യേകം ദൂരസ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ആരും പോകരുത്. നമ്മുടെ കാര്യപരിപാടികളാണ്, കലാപരിപാടികളാണ്, കൊച്ചു കൺസൂറിന്റെ അതോടൊപ്പം വരികയാണ്. മക്കളിൽ ചെമ്മഞ്ഞ കൊടി പിടിക്കും കൈകൾ, ക്രിസ്തുവിനാൽ പണിയെടുക്കും കൈകൾ, വയലുകളെ വിളഞ്ഞ വയലുകളെ വിളവെടുക്കുവാൻ ഞങ്ങൾ അണിനിരക്കുന്നു. സ്നേഹവും ത്യാഗവും നുകർന്നു ഞങ്ങൾ സേവനത്തിലൂരായി വരുന്നിതാ.
ഒരു പ്രത്യേക ഗാനമാണ്. റോഷ്മരിയ കണ്ടത്തിലും അലൻ ഷാജി കണ്ടത്തിലും ചേർന്ന് എഴുതി സ്വന്തമായിട്ടുണ്ടാക്കിയൊരു ഗാനമാണ്. Yeah.
അലൻ ഷാജി ഇതാണ്. ഇദ്ദേഹം എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ് ഇനി പാടാൻ പോകുന്നത്. സിംഗിൾ ഡാൻസാണ് ഇവാന മരിയ ജോർജ് കാട്ടിത്തരാം.
ശ്രീ കൊച്ചിൻ മൻസൂർ 10,000-ഓളം ഗാനങ്ങൾ മനഃപ്പാഠമാക്കിയ ഗായകൻ ആണ്. ഗിന്നസ് ബുക്കിൽ കയറുന്നതിൻ്റെ ഭാഗമായി 20 മണിക്കൂർ 253 പാട്ടുകൾ മനഃപ്പാഠമായി ആലപിച്ച് ചങ്ങമ്പുഴ പാർക്കിൽ റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഗായകനാണ്. യേശുദാസ് നേരിട്ടെത്തി ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി ആദരിച്ചു. മഹാകവി വയലാർ രാമവർമ്മയുടെ കുടുംബം സ്വന്തം മകനായി വനു വർമ്മ എന്ന പേര് നൽകി അനുഗ്രഹിച്ചു. 2015 വയലാർ എന്നെഴുതിയ ഒരു പവന്റെ സ്വർണ്ണമോതിരം വയലാറിന്റെ ഭാര്യ ഭാരതി തമ്പുരാട്ടി അണിയിച്ചു. ഇപ്പോൾ സംഗീത ചരിത്രത്തിൽ 19 സംഗീത റെക്കോർഡുകൾ കരസ്ഥമാക്കി. 2021 യേശുദാസിന്റെ 81-ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ 81 പാട്ടുകൾ 8 മണിക്കൂർ മനഃപ്പാഠം ആലപിച്ച് റെക്കോർഡ് നേടി. ഭാവഗായകൻ ജയചന്ദ്രന്റെ 41 പാട്ടുകൾ 4 മണിക്കൂർ പാടിയാണ് 19ാമത്തെ റെക്കോർഡ് പൂർത്തിയാക്കിയത്. ഗാനസാമ്രാട്ട് സംഗീതശ്രീ കൊച്ചിൻ മൻസൂറിനെ ഇടപ്പള്ളി ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പേരിൽ ഈ 50ാം വാർഷിക ദിനത്തിൽ ഇടപ്പള്ളി അനുഗ്രഹീതമായ കല നൽകി ദൈവം അനുഗ്രഹിച്ച ഈ അനുഗ്രഹീതനായ കലാകാരനെ നിങ്ങൾ ചോദിക്കുന്ന ഏത് പാട്ടും ആരാണ് ആലപിച്ചതെന്നും ആരാണ് എഴുതിയതെന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് കേരളത്തിലല്ല ഇന്ത്യയിലുടനീളം പാടി റെക്കോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള ഈ മഹാനായ ഗായകനെ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഈ ഗാനമേളയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ആദ്യമായി എൻ്റെ നമസ്കാരം. ഇന്ന് ഈ സംഗീതം അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ആന്റണി പരപരവരോടും ഇതിൻ്റെ സംഘടക സമിതിയോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈശ്വര കടാക്ഷവും മലയാളികളായ നിങ്ങളുടെ എവിടെയും അനുഗ്രഹമുണ്ടാണ്. ഇന്ന് 10,188 പാട്ടുകൾ കാണാതെ പഠിക്കാനുള്ള ഒരു മഹാഭാഗ്യം ഈശ്വര കടാക്ഷമാണ്. 20 മണിക്കൂർ 253 പാട്ടുകൾ ബൈഹാൻഡ് പാടിയാണ് ഇപ്പോൾ ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തിയത്. കഴിഞ്ഞ മാസമായിരുന്നു എൻ്റെ 19ാമത്തെ റെക്കോർഡ്. ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ പാടിയ 41 ഗാനങ്ങൾ 4 മണിക്കൂർ ബൈഹാൻഡ് പാടിയാണ് എൻ്റെ 19ാമത്തെ റെക്കോർഡ് പൂർത്തീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നിങ്ങളെ ഞാൻ ആ പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് സഞ്ചരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു 3 ഗാനത്തിന് ശേഷം നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനം ഏത് പാട്ട് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ ഒരു കാരണവശാലും അപ്പങ്ങളമ്മയുടെ ചുട്ടമായി നിന്നമ്മയുടെ ജിമിക്ക് കമ്മൽ ഇതുപോലുള്ള പാട്ടുകൾ ചോദിക്കരുത്. നമുക്ക് ആസ്വദിക്കാവുന്ന മഹത്തായ ഗാനങ്ങൾ നിങ്ങൾക്ക് സഞ്ചരിക്കുന്നു. എൻ്റെ ഗുരുകുല്യനായ ഗാനഗന്ധർവൻ യേശുദാസ് ദാസിന്റെ
35 വർഷങ്ങൾക്ക് മുമ്പ് പാടി പ്രശസ്തമാക്കിയ ഒരു ഗാനം. യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ എന്നാരംഭിക്കുന്ന ഈ ഗാനം 1987 തരകണി കാസറ്റ്സ് പുറത്തിറക്കിയ സ്നേഹപ്രതീകം എന്ന ആൽബത്തിന് വേണ്ടി A.J. ജോസഫ് അവർകൾ രചനയും സംഗീതം നിർവഹിച്ചു ദാസിഡൻ പാടിയ ആ പ്രിയപ്പെട്ട ഗാനം സമ്മതിച്ചുകൊണ്ട് ഈ സംഗീത വിരുന്ന് ഇവിടെ ആരംഭിക്കുന്നു.
പ്രിയപ്പെട്ട പിതാവിനെ സംബന്ധിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് 1966 PM മേനോൻ സംവിധാനം ചെയ്ത റോസി എന്ന ചിത്രത്തിന് വേണ്ടി പ്രിയപ്പെട്ട പി ഭാസ്കരൻ മാസ്റ്റർ വരികൾക്ക് ജോബൻ ജോർ അവർക്ക് സംഗീതം ചെയ്ത് യേശുദാസ് എന്ന മഹാഗായകനെ പ്രശസ്തിയുടെ കൊടുമുടിലേക്ക് ഉയർത്തിയ ഗാനമാണ് അമിയാമ്പലം എന്ന പറയുന്നത് എക്കാലത്തിൽ പ്രിയപ്പെട്ട ഗാനം അച്ഛന് വേണ്ടി സമ്മാനിക്കുന്നു. Thank you.
പ്രസിദ്ധ കുറച്ച് കഴിയുമ്പോൾ അഭിഷേകം പരിപാടിയുടെ ഡാൻസാണ് അടുത്തത്. അടുത്തതായി ഹന്ന തോമസ് കൈവശലിന്റെ ഒരു നൃത്തമാണ്.
അതിമനോഹരമായ തോമസിന് അഭിനന്ദനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം തുടരുകയാണ്. രൂപവതി രുചിരാനി എന്റെ ശിഷ്യയും എടപ്പള്ളി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററുമായ ഗ്രേസി ജോർജ് നിങ്ങളുടെ ഇടവകമാണ്. മാത്രമല്ല ഇവിടുത്തെ കൊയറിലെ ഗായിക കൂടിയാണ് എന്റെ ശിഷ്യ. ഒരു പ്രിയപ്പെട്ട ഗാനം, മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനമാണ്. എന്റെ പ്രിയപ്പെട്ട വയലാർ അച്ഛൻ എഴുതിയ ഗാനമാണ്. വൃശ്ചികപ്പെണ്ണെ വേലിപ്പെണ്ണെ വെറ്റിലപ്പാക്കുണ്ടോ എന്ന് ആരംഭിക്കുന്ന ഈ ഗാനം തോമസ് ലീഹ എന്ന ചിത്രപ്രമേണി മഹാനായ വയലാർ കവികൾക്ക് സലിൽ ചൗധരി സംഗീതം ചെയ്തു. ദാസ്യദിനം സലിൽ ചൗധരിയുടെ ഭാര്യയായ സബില ചൗധരിയും ചേർന്ന് പാടിയ ഗാനമാണ്. ഇത് പാടി അഭിനയിച്ചത് വിധുമാല എന്ന പ്രിയപ്പെട്ട നടിയും 3 സിനിമയിൽ മാത്രം അഭിനയിച്ച ഉമേഷ് എന്ന ഒരു നടനും ചേർന്നാണ് ഇത് പാടി അഭിനയിച്ചത്. വൃശ്ചികപ്പെണ്ണെ വേലിപ്പെണ്ണെ വെറ്റിലപ്പാക്കുണ്ടോ എന്നാരംഭിക്കുന്ന ഗാനം.
ഇത് ഞാൻ പാടുമ്പോഴാണ് നമ്മുടെ സംഘാടകർ ഞാൻ എന്റെ കൂട്ടത്തിലൊക്കെ ക്ഷണിക്കാം എല്ലാവരോടും ഉണ്ട്. അപ്പൊ ഇവരെല്ലാം ഞാൻ ക്ഷണിക്കാൻ ഈ പാട്ടിന് വേണ്ടി പ്ലീസ് ആ ഓർമ്മകൾ നിലനിർത്തി നമ്മുടെ എല്ലാവരും സാധ്യം ഭക്ഷണം കൊണ്ടുവരിക. ഈ ഒരു ചെയിൻ സോങ് ഞാൻ നിങ്ങളുടെ എത്തിയിരിക്കുകയാണ്. ഒന്ന്
പിതാവാണ് കൊച്ചിൻ മൻസൂറിന് മൊമെന്റോ സമർപ്പിക്കുന്നത്. സ്നേഹപൂർവ്വം നമുക്ക് സ്വീകരിക്കുന്നതിനായിരിക്കും ഡയറക്ടർ ജോഡിയുടെ പ്രിയപ്പെട്ട ഇവിടെ എവിടെയും. അടുത്തത് റോസ് മരിയ, ഗാനം ആരംഭിച്ച റോസ് മരിയ. അടുത്തതായി നമ്മുടെ ഡോൺ ബോസ്കോയുടെ മകൻ ഡോൺ ജോസഫ് ബോസ്കോയാണ്. അവൻ +2 ഉന്നത വിജയം കരസ്ഥമാക്കിയതാണ്. ഇവിടെ ഉണ്ടായിരുന്നില്ല. അവനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.